തലയോലപ്പറമ്പിൽ നടക്കുന്ന 35ാമത് കലോത്സവത്തിൽ 3ാം ദിവസമായ ഇന്ന് കലോത്സവ വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം അഷ്ടപതി മത്സരത്തിൽ സംഗീതവുമായി പുലബന്ധമില്ലാത്ത ജഡ്ജിമാരെ മാർക്കിടാൻ ഇരുത്തിയതായി പരാതി. അഷ്ടപതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധികർത്താക്കളായിരിക്കണം നിശ്ചയമായിട്ടും അതിനകത്ത് വരേണ്ടത്. പക്ഷേ സംഗീതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിധികർത്താക്കൾ വന്നതിൻ്റെ പ്രകാരം നമ്മുടെ കുട്ടിക്ക് അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല. കഴിവുള്ള കുട്ടിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. അവർ സംസ്കൃതം അധ്യാപകർ സംസ്കൃതക്കാർ മാത്രം വന്നു. അവരുടെ അക്ഷരങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. ഒരിക്കലും ഒരു സംഗീത വിഭാഗവുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപകർ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. സംഗീതം എന്താണെന്ന് അപ്പോൾ ജഡ്ജസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സംഗീതം പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. സംഘാടകരോട് പറഞ്ഞു നിങ്ങൾ തന്നെ മാർക്ക് കിട്ടാൻ മതി പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു ജഡ്ജസ് ഞങ്ങൾക്ക് സംഗീതമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് സംഘാടകരോട് അവർ പറഞ്ഞാണ് ജഡ്ജസ്. അഷ്ടപതിക്ക് അതായത് ഹൈസ്കൂൾ ഭാഗം അഷ്ടപതിക്ക് മാർക്കിടാൻ വന്ന ജഡ്ജസ് ഞങ്ങൾ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾക്ക് സംഗീതമായിട്ട് ഒരു ബന്ധവുമില്ല. അവരോട് സംഘാടകരോട് അത് തീർച്ചയായിട്ടും വേറൊന്നുമല്ല. അത് പ്രോഗ്രാം അടിസ്ഥാനത്തിലാണ് ഇത് അഷ്ടപതി എന്ന് പറയുമ്പോൾ സംഗീതത്തിന്റെ അങ്ങേ അറ്റത്ത് വളരെ അറിയാമല്ലോ. എന്താ പറയാ, അത് നല്ല സംഗീതം പഠിച്ചവർക്ക് മാത്രമേ ഇതിന് മാർക്ക്. പ്രോഗ്രാം ഇതിന്റെ ചെയ്യേണ്ട സംഘാടകർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഒരു ജഡ്ജസിനെ അവിടെ നിയോഗിക്കുമ്പോൾ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ആളില്ല. ഇപ്പോൾ ഒരു ശാസ്ത്രീയ സംഗീതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ട് ജഡ്ജസായിട്ട് വെച്ച് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് അഷ്ടപതി എന്ന് പറയുന്ന സംഭവം. ആ അഷ്ടപതിക്ക് സംഗീതം ഇന്നേ വരെ കേട്ടിട്ട് പോലില്ലാത്ത മനുഷ്യന്മാർ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യർ 3 പേര് ഇരുന്നിട്ട് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട അഷ്ടപതി ജഡ്ജ് ചെയ്യുക. അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ആരാണെങ്കിലും യോഗ്യരായിട്ടുള്ള ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്കായിരിക്കാം, ചിലപ്പോൾ വേറെ ആൾക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പീലാണ് അത് പ്രഹസനമാണ്. ഈ അപ്പീലോട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ മൊത്തം അപ്പീൽ അവിടെ നിന്ന് മാറ്റും. എന്നിട്ട് കുട്ടികൾ ചെല്ലുമ്പോഴത്ത് കുട്ടികളെ കണ്ണുരുട്ടി ഇല്ല അടുപ്പിക്കാൻ പറ്റത്തില്ല. ഇവർ കുട്ടികൾ പെർഫോം ചെയ്ത വീഡിയോ അവർ കാണാൻ അനുവദിക്കത്തില്ല. അത് വീഡിയോ പ്രദർശിപ്പിക്കത്തില്ല. നമ്മൾ ഏത് കുട്ടിക്കെതിരെയാണ് പരാതി അത് പറഞ്ഞിരിക്കുന്നത് അവരുടെ വീഡിയോയും കാണത്തില്ല, നമ്മൾ പെർഫോം ചെയ്ത വീഡിയോയും കാണത്തില്ല. അതിനുള്ള സമയമില്ലെന്നാണ് പറയുന്നത്. വെറുതെ 5000 രൂപ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പീൽ കൊടുക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കും. കാരണം 5000 രൂപയാണ് കിട്ടുന്നത്. ഈ 5000 രൂപ എടുത്ത് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ മാത്രമേ ഹാളിനകത്ത് ഇരുത്തത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ചെല്ലുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞു ശബ്ദം ഉച്ചത്തിൽ പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയും വീഡിയോ കാണാൻ പറഞ്ഞു പറയും. പിന്നെ ആരിതിനെതിരെ പറയും? അപ്പീൽ എന്ന് പറയുന്ന സംഭവം എന്താണ്? IHS ഇത്തിത്താനം സ്കൂളിലെ റോസ് കെ അലക്സ് വേദിയിൽ നിൽക്കുമ്പോൾ മൈക്കിൽ നിന്ന് ഷോക്കടിച്ചതായും മത്സരാർത്ഥി പരാതി പറഞ്ഞു. വേദിയേല് അവിടെയും മൈക്കിൽ ഷോക്ക് അടിച്ചു. ഞാൻ രാവിലെ സംഗാനം പാടിയവർക്കും അവരുടെ മൈക്കിൽ അവർക്ക് ഷോക്ക് അടിച്ചു. ഞാൻ ഇന്ന് അഷ്ടപതി പാടിയപ്പോഴും മൈക്ക് ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഷോക്ക് അടിച്ചു. അതുപോലെ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് ഇത് സ്റ്റേജ് സെറ്റിൽമെന്റ്സ് ഒക്കെ ഉള്ളത്. പ്രൊവിഷൻ പിറവം.